നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ നിന്നും മനുഷ്യന്റെ അറ്റനിലയിലുള്ള കാല് കണ്ടെത്തി. സ്റ്റേഷനിലെ 2-ാം നമ്പർ ട്രാക്കിലേക്ക് എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലെത്തിയതിനു ശേഷം കൊല്ലത്തേക്ക് യാത്ര തിരിച്ച മെമു ട്രെയിൻ പോയതിനു ശേഷം ട്രാക്കിലെ ക്ലീനിംഗ് ജോലിക്കെത്തിയ ജീവനക്കാരാണ് ട്രാക്കിൽ പഴകിയ മനുഷ്യക്കാൽ കണ്ടെത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിനിടെ SIR കൊണ്ടുവന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടത്താനാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് A. ഷുക്കൂർ അഭിപ്രായപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ദേശീയപാത അതോറിറ്റിയോടും നിർമ്മാണ കമ്പനിയോടും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽ ട്രാക്കിൽ നിന്നും മനുഷ്യന്റെ അറ്റനിലയിലുള്ള കാല് കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ 9:30 ശേഷമുള്ള മെമു വന്ന് പോയതിനു ശേഷമാണ് 2-ാം നമ്പർ ട്രാക്കിൽ കാല് കണ്ടെത്തിയത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ നിന്നും മനുഷ്യന്റെ അറ്റനിലയിലുള്ള കാല് കണ്ടെത്തി. സ്റ്റേഷനിലെ 2-ാം നമ്പർ ട്രാക്കിലേക്ക് എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലെത്തിയതിനു ശേഷം കൊല്ലത്തേക്ക് യാത്ര തിരിച്ച മെമു ട്രെയിൻ പോയതിനു ശേഷം ട്രാക്കിലെ ക്ലീനിംഗ് ജോലിക്കെത്തിയ ജീവനക്കാരാണ് ട്രാക്കിൽ പഴകിയ മനുഷ്യക്കാൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30 കാലിന്റെ മുട്ടുമുതൽ പാദം വരെയുള്ള ശരീരഭാഗം ട്രാക്കിൽ കണ്ടെത്തിയത്. ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഫോറൻസിക്സ് വിദഗ്ധരും മറ്റുദ്യോഗസ്ഥരുമെത്തി കാല് പരിശോധിക്കുകയും പരിശോധന പൂർത്തിയാക്കി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തുടർ പരിശോധനയ്ക്കായി മാറ്റി. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വന്ന മെമു വന്ന് പിറ്റ് ലൈനിലേക്ക് മാറ്റിയ സമയത്താണ് ക്ലീനിങ് സ്റ്റാഫ് ഇത് കാണുന്നത്. അപ്പോൾ അതിനുശേഷം ആണ് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയിൽ നിന്ന് ഉടനെ വന്ന് പോലീസ് ബന്ധോസ് എടുത്ത് ഇൻവെസ്റ്റ് നടത്തി അത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും റൺ ഓവർ ആയിട്ട് ഈ ട്രെയിനിൻ്റെ ഈ പാദം കുടുങ്ങി ഇവിടെ വന്നായിരിക്കും, പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഇനി ആ രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. എവിടെയെങ്കിലും റൺ ഓവർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഈ ട്രെയിൻ ഓടുന്ന റൂട്ടുകളെല്ലാം അന്വേഷണം നടത്തിയാലേ നമുക്കത് ബോധ്യമാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്രൈം കാർഡ് അയച്ചും ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ DNA പരിശോധനകളടക്കം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത ആരുടേതെങ്കിലും ആകാം കാല് ഭാഗമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. SIR കൊണ്ടുവന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടത്താനാണെന്ന് KPCC ഉപാധ്യക്ഷൻ A. ഷുക്കൂർ പറഞ്ഞു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്തതിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറും സംസ്ഥാന സർക്കാരും കുറ്റക്കാരാണെന്നും ഷുക്കൂർ ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിനിടെ SIR കൊണ്ടുവന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടത്താനാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് A. ഷുക്കൂർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്ന്, ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതി; 2, കേരളത്തിലെ മുഖ്യ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി CPM പ്രതി. ഇത് ജനങ്ങൾ തിരിച്ചറിയുകയാണ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ തന്നെ പരിഷ്കരണത്തിന്റെ പേരിൽ അഴിമതി നടത്തണമെന്ന് ഇലക്ഷൻ കമ്മീഷനും കേരളത്തിലെ CPM-ഉം രംഗത്ത് വന്നിരിക്കുന്നു. ഇതാണ് സ്ഥിതി. വസ്തുത ഇതാ. അത് കൃത്രിമം നടത്താനല്ലേ? അത് സത്യത്തിന് അത് സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഏറെ ആശങ്കയും പ്രയാസങ്ങളുമുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലെ ഒരു ടെൻഷൻ ഉണ്ടായ ഒരു കാലഘട്ടം വരെ ഇല്ല. തെരഞ്ഞെടുപ്പിന്റെ ജോലിഭാരത്തിനിടെ BLOമാർക്ക് ഇരുട്ടടിയായിട്ടാണ് SIRന്റെ ഡ്യൂട്ടി കൂടി നൽകിയിരിക്കുന്നത്. ഇത് BLOമാരിൽ അമിത മാനസിക പിരിമുറുക്കത്തിനും അമിത ജോലിഭാരം പേരേണ്ട സ്ഥിതിയുമുണ്ടാക്കി. അത്തരത്തിൽ അമിത ജോലിഭാരവും സമ്മർദ്ദവും മൂലമാണ് അനീഷ് ജോർജ് എന്ന BLO നാടിനോട് വിട പറഞ്ഞത്. ഇതിൽ 1-ാം പ്രതി തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2-ാം പ്രതി സംസ്ഥാന സർക്കാരുമാണെന്നും A. ഷുക്കൂർ കുറ്റപ്പെടുത്തി. അനീഷ് ജോർജിന്റെ വിയോഗത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ഷുക്കൂർ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്താൻ കർശന നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ഗഡർ ഉയർത്തി സ്ഥാപിക്കുന്നതിന് ഗതാഗത ക്രമീകരണം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മതിയെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. നാഷണൽ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട മീറ്റിംഗാണ് ഇപ്പോൾ നടന്നത്. നമുക്ക് അറിയാവുന്ന ഒരു 13-ാം തീയതി രാത്രിയിൽ അതിദാരുണമായ ഒരു അപകടം നടക്കുകയും
പള്ളിപ്പാട് സ്വദേശി ശ്രീ രാജേഷ് തലശ്ശേരി തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തികളുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നാളെ മേലിലും ശക്തിയുക്തമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളൊരു ആഹ്വാനത്തോടെയാണ് മീറ്റിംഗ് ആരംഭിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ ഗാർഡർ ഉയർത്തിയ സമയത്ത് അതിനിടയിൽ കൂടെ ട്രാഫിക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മേലിലും അത് ആവർത്തിക്കാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നിലവിൽ നമുക്ക് അഡീഷണൽ പോലീസ് 25 നമ്പേഴ്സ് പോലീസ് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 86ഓളം മാർഷൽസ് അതും ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ട്. കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും സ്പാനിൽ വർക്ക് നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അവിടെ ഡൈവേർഷൻസ് എഫക്റ്റീവ് ആയിരിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെടെ 3 കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാരാണ് ഇവിടെ പങ്കെടുത്തിരുന്നത്. ഈ നമ്മളൊരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് 25 പോലീസുകാരെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 84ഓളം വാർഡന്മാരുമുണ്ട്. നൈറ്റിൽ ഇതിൻ്റെ പകുതി 42 പേരുടെ ഡ്യൂട്ടി കിടാനാണ് നിർദ്ദേശം നൽകിയത്. ഈ പോലീസിനായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞത് ഈ വർക്കിൻ്റെ ഒരു ഷെഡ്യൂൾ, ഒരാഴ്ചത്തെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നൽകണം. എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത്, അതിൽ ഏതൊക്കെ സമയത്താണ് ഈ ട്രാഫിക് ഡൈവേർഷൻ ആവശ്യമുള്ളത്, എവിടേക്കാണ് ഏതൊക്കെ സ്പോട്ടിലാണ് വർക്ക്, വ്യക്തത ഉണ്ടാക്കി എല്ലാ ആഴ്ചയും പോലീസിന് കൈമാറുന്ന നിർദ്ദേശം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ദേശീയപാത അതോറിറ്റിയോടും നിർമ്മാണ കമ്പനിയോടും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. അപകടത്തിൽ നിർമ്മാണ കമ്പനിക്ക് വീഴ്ച പറ്റിയതായി യോഗം വിലയിരുത്തി. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയും മേൽനോട്ടത്തോടെയും മാത്രമേ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കൂ എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഉയരപ്പാതയിൽ ഗഡറുകൾ ഉയർത്തി സ്ഥാപിക്കുന്ന സമയത്ത് പോലീസ് സഹായത്തോടെ ഗതാഗത ക്രമീകരണവും വഴിതിരിച്ചുവിടലും ഉൾപ്പെടെ നടത്തിയ ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്നും ജില്ലാ കളക്ടർ ദേശീയപാത അധികൃതർക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് വാഹന ഗതാഗതം തടയുന്നതിന് കൃത്യമായി ബാരിക്കേഡുകൾ സ്ഥാപിക്കണം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ഷെഡ്യൂൾ ഒരാഴ്ച മുൻപ് തന്നെ തയ്യാറാക്കി നിർമ്മാണ കമ്പനി പോലീസിന് നൽകണം. ഇതിനനുസൃതമായി പോലീസ് ഗതാഗത ക്രമീകരണം നടത്തും. സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്നതിനുള്ള റൈറ്റ്സ് സംഘം ചൊവ്വാഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തി. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. കൂടാതെ ദേശീയപാത അതോറിറ്റിയിലെ വിദഗ്ധരായ AK ശ്രീവാസ്തവ, അശോക് കുമാർ മാത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധന നിലവിൽ ആരംഭിച്ചതായും ദേശീയപാത അധികൃതർ യോഗത്തെ അറിയിച്ചു. ഗതാഗതം ക്രമീകരിക്കുന്നതിനായി പോലീസ് 25 പേരെയും നിർമ്മാണ കമ്പനി 86 മാർഷൽമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഇവർ കൃത്യമായി ജോലി നിർവഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമെന്നും കളക്ടർ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ നൈറ്റ് ട്രാഫിക് ഓഡിറ്റ് നടത്തും. ഗതാഗതം വഴിതിരിച്ചുവിടുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി ഡിസംബർ ആദ്യം തന്നെ പൂർത്തീകരിക്കാൻ PWD ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കുമാരപുരം SNDP ശാഖായോഗത്തിന്റെ പുതിയ കെട്ടിടം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ചാരമംഗലം കുമാരപുരം SNDP ശാഖായോഗത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കുമാരപുരം ക്ഷേത്രത്തിന് മുന്നിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യൂണിയൻ മന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖായോഗം പ്രസിഡന്റ് PT വേണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യോഗം കൗൺസിലർ PT മന്മഥൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി PSN ബാബു, സിബി നടേശൻ, യൂണിയൻ കൗൺസിലർ ആര്യൻ ചുള്ളിയിൽ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സന്തോഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷ S ജ്യോതിമോൾ, പഞ്ചായത്ത് അംഗം രജനി രവിപാൽ, KN കാർത്തികേയൻ, ശാഖായോഗം സെക്രട്ടറി CR പൊന്നപ്പൻ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. ആത്മീയത മാത്രം ആമാശയത്തിലും പരിഹാരമുണ്ടാകും. ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കണം. എന്നാൽ മാത്രം നമുക്ക് ഉയരാനും വളരാനും സാധിക്കും. ആത്മീയത മാത്രം മതിയോ പോലെ. അപ്പോൾ ആമാശയത്തിന് എന്ത് ചെയ്യും? അപ്പോൾ ഈ ആമാശയത്തിൻ്റെ വിശപ്പിൻ്റെ പ്രശ്നത്തിൽ
പരിഹാരം കാണാനുള്ള കൂട്ടായ ആലോചനയും ചർച്ചയും സംവാദങ്ങളും ഇതുപോലെ അമ്പലമായാലും നമ്മുടെ ശിക്ഷാപ്രവർത്തകരായാലും അവരെല്ലാം തന്നെ ഇതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായ ചെയ്ത് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വിദ്യയുടെ പ്രാധാന്യം മറ്റന്നത്തേക്കാളും വളരെ പ്രാധാന്യമായി നിൽക്കുന്ന ഈ സമയത്ത് പോലും വലിയ ഉൾക്കാഴ്ചയോടുകൂടി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 6-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതുശ്ശേരി മഠം റോഡ് അമ്പലപ്പുഴ MLA H. ഇസ്ലാം നാട്ടുകാർക്ക് തുറന്നു നൽകി. 42 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അങ്ങനെയുള്ള സ്ഥിതി നിൽക്കുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ പഞ്ചായത്തിന് കിട്ടുന്ന പൈസ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് ആണെങ്കിൽ ഒരു 2.5 ലക്ഷം 3 ലക്ഷം ആയിരിക്കും ഒരു വർഷം ഒരു വാർഡിലേക്ക് കിട്ടിയിട്ടുണ്ടാവുക ഈ റോഡ് നിർമ്മിക്കാൻ. 5 വർഷം കൂട്ടി നോക്കിയാലും 3 ലക്ഷം വെച്ചാണെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടും. അപ്പൊ 15 ലക്ഷം വെച്ചിട്ട് ഈ 6-ാം വാർഡിലാണ് ഏറ്റവും റോഡുള്ള സ്ഥലമാണ്. ഈ 6-ാം വാർഡ് ഏത് റോഡ് എങ്ങനെ പഠിക്കാം? ഇതിന് തന്നെ 42 ലക്ഷം രൂപയായി ഈ റോഡിന് മാത്രം. അപ്പൊ 5 കൊല്ലമായി ഒരു വാർഡിൽ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു റോഡ് പോലും മര്യാദയ്ക്ക് ഭംഗിയായി അത് നിർമ്മിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ വായിച്ചു കുറെ കണക്ക് പറഞ്ഞിട്ടില്ല, പോലീസ് സ്റ്റേഷൻ പറഞ്ഞിട്ടില്ല, ഏറ്റവും കൂടുതൽ 5 കോടിയാണ്. അപ്പൊ എല്ലാം കൂടിയൊരു ഈ വാഴി മാത്രം 10 കോടിക്ക് വരെ വരും അല്ലേ? 10 കോടി രൂപയ്ക്ക് വരെ ഒരു വാർഡിൽ മാത്രം വരും. നമ്മുടെ മൊത്തം നിയോജക മണ്ഡലത്തിലെ റോഡിന് വേണ്ടി മാത്രം ചെലവഴിച്ച പൈസ 263 കോടിയാണ്. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 6-ാം വാർഡിൽ ഏറെക്കാലമായി തകർന്നു കിടന്ന പുതുശ്ശേരി മഠം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. 276 മീറ്റർ നീളത്തിലും 4.5 മീറ്റർ വീതിയിലും ടൈൽ പാകി സഞ്ചാരയോഗ്യമാക്കിയ റോഡ് പൊതുമരാമത്ത് വകുപ്പ് 42 ലക്ഷം രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത്. അമ്പലപ്പുഴ MLA H. ഇസ്ലാം നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, പുതുശ്ശേരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് കേണൽ C. വിജയകുമാർ, ട്രസ്റ്റ് സെക്രട്ടറി ത്രിവിക്രമൻ C. മേനോൻ എന്നിവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം ആലപ്പുഴ ബീച്ചിൽ മണൽ ശില്പം നിർമ്മിച്ചു. SIR-ന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം അടക്കം മണ്ണുകൊണ്ട് നിർമ്മിച്ച ശില്പം ഇതിനോടകം തന്നെ ജനശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണൽ ശില്പം നിർമ്മിച്ച് തെരഞ്ഞെടുപ്പ് അധികാരികൾ രംഗത്ത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിലാണ് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ മണൽ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി നടപ്പാക്കുന്ന SIR-ന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമിന്റെ മാതൃക, ഇലക്ടറൽ റോൾ, EVM എന്നീ മാതൃകകളും മണൽ ശില്പത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയും മണൽ ശില്പ നിർമ്മാണ വിദഗ്ധനുമായ ദീപക് മൗത്താട്ടിലാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി വേറിട്ട മണൽ ശില്പം ആലപ്പുഴ ബീച്ചിൽ നിർമ്മിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല ക്യാമ്പയിന്റെ ഉദ്ഘാടനം നേരത്തെ തിരുവനന്തപുരം കോവളം ബീച്ചിൽ നടന്നിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ആലപ്പുഴ ബീച്ചിലും മണൽ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് മണൽ ശില്പത്തിന്റെ ഉദ്ഘാടനം നടത്തി. അന്തർദേശീയ റോഡ് അപകട ഓർമ്മ ദിനം ആചരിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കളർകോട് അപകടം നടന്ന സ്ഥലത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ADM ആശാ C. എബ്രഹാം, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആലപ്പുഴ RTO സജി പ്രസാദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സഹപാഠികളും അനുഭവങ്ങൾ പങ്കുവച്ചു. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ജയരാജ് റോഡ് സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഉദ്യോഗസ്ഥർ, ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ, റോഡ് സേഫ്റ്റി ഫോഴ്സ് പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അപകടങ്ങളിൽ പരിക്ക് പറ്റിയവർക്ക് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണത്തോടെ വീൽചെയറും സഹായധനവും വിതരണം ചെയ്തു. കളർകോട് അപകടത്തിൽ മരണമടഞ്ഞ വിദ്യാർത്ഥികളുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. അതിനെ തുടർന്ന് നമുക്ക് 6 പ്രിയപ്പെട്ട കുട്ടികൾ നഷ്ടപ്പെടുകയും ചെയ്തു. എത്ര ബുദ്ധിമുട്ടി, എത്ര കഠിനാധ്വാനം ചെയ്ത് പഠിച്ചിട്ടായിരിക്കും അവര്
നമ്മുടെ ആലപ്പുഴയിൽ തന്നെയുള്ള അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് നീറ്റ് UG പരീക്ഷ എഴുതുന്നത്. എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, എത്രയോ ദിനരാത്രങ്ങൾ ഉറക്കമൊഴിച്ച് പഠിച്ചായിരിക്കണം ആ കുട്ടികൾ ആ സ്ഥാനത്തെത്തിയത്. അത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികൾ, വീട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ട കുട്ടികൾ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ നിന്നും മനുഷ്യന്റെ അറ്റനിലയിലുള്ള കാല് കണ്ടെത്തി. സ്റ്റേഷനിലെ 2-ാം നമ്പർ ട്രാക്കിലേക്ക് എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലെത്തിയതിനു ശേഷം കൊല്ലത്തേക്ക് യാത്ര തിരിച്ച മെമു ട്രെയിൻ പോയതിനു ശേഷം ട്രാക്കിലെ ക്ലീനിംഗ് ജോലിക്കെത്തിയ ജീവനക്കാരാണ് ട്രാക്കിൽ പഴകിയ മനുഷ്യക്കാൽ കണ്ടെത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിനിടെ SIR കൊണ്ടുവന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടത്താനാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് A. ഷുക്കൂർ അഭിപ്രായപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ദേശീയപാത അതോറിറ്റിയോടും നിർമ്മാണ കമ്പനിയോടും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.